മലയാളമാണെൻ്റെ ഭാഷ, എന്തു സുഖമാണതു കേൾക്കാൻ. മലയാളം പഠിക്കാം 10-10 ഭാഗം നമ്പർ 32 ഏവർക്കും സ്വാഗതം. 1. കരി എന്നതിന് ആന എന്നും അർത്ഥമുണ്ട്. പെണ്ണാന എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കാവുന്ന പദമേത്? ശരി ഉത്തരം കരിണി ആണ്. കരണി ഒരു വിഭാഗം സംഖ്യകളെ സൂചിപ്പിക്കുന്ന പദമാണ്. കാരിണി ചെയ്യുന്നവൾ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. കാരി ഉള്ളവൾ എന്ന അർത്ഥത്തിലും. 2. കുടുംബിനി എന്നതിന് പുല്ലിംഗ പദം കണ്ടെത്താമോ? ശരി ഉത്തരം കുടുംബി ആണ്. 3. ഗൃഹിണി എന്ന പദത്തിൻ്റെ പുല്ലിംഗം. ശരി ഉത്തരം ഗൃഹി ആണ്. ഗൃഹസ്ഥൻ എന്ന പദവും ചിലപ്പോൾ ശരിയാകാം. ഗൃഹസ്ഥ എന്ന പദത്തിൻ്റെ പുല്ലിംഗ പദമാണ് ഗൃഹസ്ഥൻ. ഗൃഹി ഉത്തരമായി നൽകിയിട്ടില്ലെങ്കിൽ ഗൃഹസ്ഥൻ നൽകിയിട്ടുണ്ടെങ്കിൽ അതും ശരിയാവും. 4. പണ്ഡിതൻ പണ്ഡിത. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ പദം. ശരി ഉത്തരം വിദുഷി ആണ്. 5. ജനകൻ പിതാവാണ്. ജനകൻ എന്നതിൻ്റെ സ്ത്രീലിംഗ പദം ഏത്? ശരി ഉത്തരം ജനിത്രി ആണ്. ജനനി അമ്മയാണ്. ജാനകി ജനകൻ്റെ മകളാണ്. 6. ദാതാവ് നൽകുന്നവൻ ആണ്. നൽകുന്നവൾ എന്ന അർത്ഥം നൽകുന്ന പദം. ശരി ഉത്തരം ധാത്രി ആണ്. ധാത്രി ഇളയമ്മ അല്ലെങ്കിൽ പോറ്റമ്മ ആണ്. ധാത്രി എന്ന പദത്തിന് നെല്ലിക്ക എന്നൊരർത്ഥം കൂടിയുണ്ട്. 7. പ്രഭു എന്നതിൻ്റെ സ്ത്രീലിംഗം. ഉത്തരം പ്രഭി ആണ്. 8. ഭിക്ഷു എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം. ശരിയായ ഉത്തരം ഭിക്ഷുക്കി ആണ്. ബുദ്ധമത തത്വങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന സ്ത്രീക്ക് ഭിക്ഷുണി എന്നും പറയാറുണ്ട്. 9. ശ്വശുരൻ ശ്വശ്രു. ശ്രോതാവ് ശ്രോത്രി. സമ്പാദകൻ സമ്പാദിക. ലേഖകൻ ലേഖിക. അവതാരകൻ എന്നതിൻ്റെ സ്ത്രീലിംഗ പദം. ഉത്തരം അവതാരക ആണ്. 10. തേജസ്സുള്ളവൾ ഒറ്റപ്പദം. ശരി ഉത്തരം തേജസ്വിനി ആണ്. തേജസ്വി തേജസ്സുള്ളവൻ ആണ്. ഇതുപോലുള്ള ലഘു വീഡിയോകൾ @ജനുമാഷ് JENUMASH എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ ഗൂഗിൾ ഷീറ്റ് ചോദ്യങ്ങൾക്ക് മലയാളം മാഷ് ബ്ലോഗിലുള്ള KTET/PSC എന്ന ലിങ്ക് സന്ദർശിക്കാവുന്നതാണ്. 12ാം ക്ലാസ് വരെയുള്ള മലയാളം പാഠപുസ്തകങ്ങൾക്കും പഠന സഹായികൾക്കും മലയാളം മാഷ് ബ്ലോഗിലേക്ക് വരാം. നന്ദി.